ആറ്റുകാൽ പൊങ്കാലയുടെ സജ്ജീകരണങ്ങൾക്ക് പിന്നാലെ ശുചീകരണത്തിലും കയ്യടി നേടി തിരുവനന്തപുരം നഗരസഭ. പൊങ്കാല സമർപ്പണം കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് 3000-ഓളം ശുചീകരണ തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് നഗരത്തെ വെടിപ്പാക്കിയത്. പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ചുടുകട്ടകൾ ശേഖരിച്ച് ദരിദ്രരായ കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനാണ് നഗരസഭയുടെ പദ്ധതി. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ പതിനായിരങ്ങളാണ് തലസ്ഥാന നഗരിയുടെ പാതയോരങ്ങളിൽ പൊങ്കാലയർപ്പിച്ചത്. പൊങ്കാല സമർപ്പണത്തിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക എന്നതിനൊപ്പം പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യ നിർമ്മാർജ്ജനമാണ് നഗരസഭയ്ക്ക് മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി. എന്നാൽ പതിവ് പോലെ കൃത്യമായ ആസൂത്രണത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ വെടിപ്പാക്കിയെടുത്തു നഗരത്തിലെ പാതയോരങ്ങൾ. കടുത്ത വേനലായതുകൊണ്ട് തന്നെ വൈകുന്നേരം 3 മണി മുതലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നഗരസഭയുടെ കീഴിലെ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെ ആകെ 3204 തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ. നമുക്ക് റൂട്ട് തന്നിട്ടുണ്ട്. ആ റൂട്ട് അനുസരിച്ച് നമ്മൾ ക്ലീൻ ചെയ്തു പോകും. എത്രയും പെട്ടെന്ന് 3 മണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് ബഹുമാനപ്പെട്ട മേയറുടെ നിർദ്ദേശപ്രകാരമാണ് 3 മണിക്ക് നമ്മൾ ആരംഭിച്ചത്. 1:15 നിവേദ്യം നടന്നെങ്കിൽ 3 മണിക്ക് ആരംഭിച്ചത്. നഗരസഭയ്ക്ക് കീഴിലെ 30 വാർഡുകളെ ഉത്സവ മേഖലയായി പ്രഖ്യാപിച്ചായിരുന്നു പൊങ്കാല മഹോത്സവം. ഇവിടങ്ങളിൽ 100ഓളം ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം പൂർത്തിയാക്കിയത്. മെയിൻ ഏരിയ വരുന്നത് ചാല, പാളയം, സെക്രട്ടേറിയറ്റ്, മണക്കാട് സർക്കിള്, ഫോർട്ട് മെയിൻ സെൻറ്ററുകളാണ്. ആ സെൻറ്ററുകൾ മൊത്തമായിട്ട് ഏകദേശം ഞങ്ങളുടെ ഇവിടെ 250 കൂടുതൽ ആൾക്കാരുണ്ട്. ഇതുപോലെ എല്ലാ സെന്ററുകളിലും ആൾക്കാരെ വെച്ചിട്ടാണ് ശുചീകരണം ചെയ്യുന്നത്. പൊങ്കാലയ്ക്ക് ശേഷം ബാക്കിയായ ചുടുകട്ടകൾ അതിദരിദ്രരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്താനാണ് നഗരസഭയുടെ ലക്ഷ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.